السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي جعل اسمه حصنا للمؤمنين وطمأنينة للذاكرين، والصلاة والسلام على سيدنا محمد قدوة المتوكلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നിത്യജീവിതത്തിൽ ദിക്റുകൾക്കും ദുആകൾക്കും വലിയ സ്ഥാനവും ആദരവും നമ്മൾ നൽകേണ്ടതുണ്ട്. മുതിർന്നവർ മാത്രമല്ല, കുടുംബത്തിലെ കുട്ടികളും പേരമക്കളും എല്ലാവരും ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ടതാണ് ദിക്റുകളും ദുആകളും. അത് കൃത്യമായി നിർവഹിച്ചു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ ഉത്തരവാദിത്തവുമാണ്. കാരണം അതാണ് നമ്മുടെ കാവൽ. ഭൗതികമായ രൂപത്തിലുള്ള പ്രൊട്ടക്ഷനുകളൊക്കെ, വ്യത്യസ്തങ്ങളായ ഷെറുകളിൽ നിന്ന് മോചനം നേടാൻ നമ്മളൊക്കെ സ്വീകരിക്കാറുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ പ്രൊട്ടക്ഷനുകൾ, പ്രിക്കോഷനുകൾ മാത്രം പോരാ. ആത്മീയമായ നിലക്ക് അവൻ അതിന് വേണ്ട മുൻകരുതലുകളും പ്രതിരോധത്തിൻ്റെ പ്രത്യേകമായ കാര്യങ്ങളും അവൻ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതാണ് വിശ്വാസികളുടെ ദിക്റുകളും ദുആകളും അവർക്ക് അള്ളാഹു അവൻ്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്നതിൻ്റെ പിന്നിലെ യുക്തി. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അള്ളാഹു പറയുന്നു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണേ. വസബ്ബിഹൂഹു, നിങ്ങൾ അവനെ പ്രകീർത്തിക്കണം, അവന് തസ്ബീഹ് ചൊല്ലണം. ബുക്റതൻ വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന്. അതുകൊണ്ട് തന്നെയാണ് അത്തരം സന്ദർഭങ്ങളിൽ ദിക്റുകൾക്കും ദുആകൾക്കും പ്രത്യേകതയുണ്ട് എന്നും ആ സമയത്ത് നിശ്ചയിക്കപ്പെട്ട നിശ്ചിത ദിക്റുകൾ, അതിൽ മാറ്റങ്ങളൊന്നും നിങ്ങളുടെ വകയായി വരുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളിൽ വന്നതുപോലെ നിർവഹിക്കണം എന്ന് കണിശമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഏതാനും ദിക്റുകളാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഫീ അവ്വലി യൗമിഹി ഔ ഫീ അവ്വലി ലൈലത്തിഹി ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ അസ്സമീഉൽ അലീം ثلاث مرات لم يضره شيء في ذلك اليوم أو في تلك الليلة رواه أحمد في مسنده. വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ഫീ അവ്വലി യൗമിഹി, അവൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ അഥവാ പ്രഭാതത്തിൽ, ഔ ഫീ അവ്വലി ലൈലത്തിഹി, അല്ലെങ്കിൽ ഒരു പ്രദോഷത്തിൻ്റെ തുടക്കത്തിൽ, രാവിൻ്റെ തുടക്കത്തിൽ. ഈ ദുആയാണ്, ഈ ദിക്റാണ് പറയേണ്ടത്. ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്സമീഉൽ അലീം. പഠിക്കാൻ എളുപ്പമാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ ദിക്ർ അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ ഗൗരവത്തോടെ വസിയത്ത് പറയുകയാണ്, ഈ ദിക്ർ നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ലളിതമാണ്. ബിസ്മില്ലാഹ് الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഇത് ആരെങ്കിലും 3 തവണ പ്രഭാതത്തിലും 3 തവണ പ്രദോഷത്തിലും പറഞ്ഞാൽ, ലം യദുറഹു ശൈഉൻ ഫീ ദാലിക്കൽ യൗം, അന്നത്തെ പകലിൽ അവനെ ഒരു വസ്തുവും ഉപദ്രവിക്കുകയില്ല. ഔ ഫീ തിൽക്കൽ ലൈല, അല്ലെങ്കിൽ അന്നത്തെ രാത്രിയിൽ. സമാനമായ ഒരു ഹദീസ് കേട്ടോളൂ. തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സ്വബാഹി കുല്ലി യൗമിൻ വമസാഇ കുല്ലി ലൈലത്തിൻ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ അസ്സമീഉൽ അലീം സലാസ മറാത്തിൻ ലം യദുറഹു ശൈഉൻ. ഏതൊരടിമയാവട്ടെ, പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും ഒരാൾ ഇത് പറഞ്ഞാൽ ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുന്നതല്ല. നോക്കണം, നമ്മൾ ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളെ
ആളുകളെ നമ്മൾ ഭയപ്പെടുന്നവരാണ്? ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങൾ ഭയപ്പെടുന്നു, ഏതെല്ലാം ജീവികളുടെ ശർറിനെ ഭയപ്പെടുന്നു, ഏതെല്ലാം വിഷജന്തുക്കളുടെ വിഷം തീണ്ടുന്നത് നമ്മൾ ഭയപ്പെടുന്നു. അത്രയുള്ള ധാരാളക്കണക്കിനുള്ള വിഷയങ്ങൾ. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ ഏറെ പ്രസക്തമായ കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കേരളീയരാണ്. മലയാളികളായ നമ്മുടെ വാർത്താ ചാനലുകളൊക്കെ 2 ദിവസമായി തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് മീഡിയകൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കറിയാം. പാമ്പ് കടിയുടെ വാർത്തകളാണ്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വിഷനായകളുടെ പേപ്പട്ടികളുടെ ആക്രമണം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്ത ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ വേനൽ ചൂട് കനത്തതോടുകൂടി ചില ഘട്ടങ്ങളിൽ വേനൽ മഴ പെയ്യുകയും കുഴികളിലും മാളങ്ങളിലുമൊക്കെ വെള്ളം നിറയുമ്പോൾ തണുപ്പ് തേടി മാളങ്ങളിൽ അഭയം തേടിയിരുന്ന പാമ്പുകളും വിഷജീവികളും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വലസി നടക്കുന്ന, അന്നം തേടി ഇര തേടി ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള ആരോഗ്യ പരിപാലന വകുപ്പും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം പൊതുജനങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി തുടങ്ങി. പാമ്പുകളുടെ വിഹാര സമയമാണ്, വിഷജന്തുക്കൾ വളരെയേറെ പരന്ന് ഒഴുകുന്ന സമയമാണിത്, ശ്രദ്ധ വേണം എന്ന്. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഹദീസിനെ വിശകലനം ചെയ്യേണ്ടത്. അള്ളാഹു അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസി അവന്റെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായ നിലയ്ക്ക് ദിക്റുകളും ദുആകളും ഒക്കെ നിർവഹിക്കുമ്പോൾ അവന് ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല. എന്താണ് ആ പറയുന്ന ദിക്റിന്റെ പൊരുളെന്ന് അറിഞ്ഞു പറയണം. എന്താണ് പറയുന്നത്? ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ കാവൽ തേടുന്നു എന്നർത്ഥം. എങ്ങനെയുള്ള നാമമാണ് അള്ളാഹുവിന്റെ? അള്ളാഹ് എന്ന നാമം എന്താണ് അതിന്റെ പ്രത്യേകത? അല്ലദീ ലാ യദുറു മഅസ്മിഹി, അവന്റെ നാമം ആത്മാർത്ഥമായി വിശ്വാസത്തോടെ വളരെ ഈമാനോടുകൂടി പറയുന്നതിന്റെ കൂടെ ഒരു ഉപദ്രവവും ഫിൽ അർദി വലാ ഫിസ്സമാ, ആകാശത്തിലോ ഭൂമിയിലോ ഒരാൾക്കും ഏൽക്കുന്നതല്ല, ഒന്നും അവനെ ഉപദ്രവിക്കുന്നതല്ല. വഹുവസ് സമീഉൽ അലീം, അല്ലാഹു നമ്മുടെ എല്ലാ വാക്കുകളെയും കേൾക്കുന്നവനാണ്. അൽ അലീം, നമ്മുടെ എല്ലാ അവസ്ഥകളെയും അവൻ നന്നായി അറിയുന്നവനുമാണ്. ഇതാണ് ആ ദിക്റിന്റെ ആശയം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അസ്തഈദു മിൻ കുല്ലി മുഅ്ദിൻ ഔ ളാരിൻ ബിസ്മില്ലാഹി തആല. അള്ളാഹുവിന്റെ നാമം മുഖേന എല്ലാ ഉപദ്രവ വസ്തുക്കളിൽ നിന്നും ദ്രോഹിക്കുന്ന വസ്തുക്കളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. അല്ലദീ ലാ യദുറു മഅസ്മിഹി, അതായത് ഐ മഅ ദിക്രിസ്മിഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? ബിഇഅ്തിഖാദിൻ ഹസനിൻ വനിയ്യത്തിൻ ഖാലിസത്തിൻ, നല്ല ഉദ്ദേശത്തോടെ, അള്ളാഹുവിലുള്ള ദൃഢമായ ഉത്തമ വിശ്വാസത്തോടെ എനിക്കിതുകൊണ്ട് ഫലം കിട്ടും എന്ന ദൃഢവിശ്വാസമാണ് ഒരു ദിക്റിന്റെയും ദുആയുടെയും വിജയത്തിന്റെ മാനദണ്ഡമെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയുള്ള ആ നാമം, അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള ഭൗതികവും ആത്മീയവുമായ ശർറുകളിൽ നിന്ന് ഞാനിതാ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. വഹുവസ് സമീഉ ലി അഖ്വാലിനാ അൽ അലീമു ബി ജമീഇ ശുഊനിനാ വ അഹ്വാലിനാ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നവനാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇതൊരാൾ പകൽ പറഞ്ഞാൽ അന്നത്തെ സൂര്യാസ്തമനം വരെ സർവ്വ ഉപദ്രവങ്ങളിൽ നിന്നും അവന് കാവൽ കിട്ടും. അതേപോലെ തന്നെ വൈകുന്നേരം പറഞ്ഞാൽ, രാത്രിയിൽ പറഞ്ഞാൽ പ്രഭാതോദയം വരെ അവന് എല്ലാ വിഷയത്തിലും അള്ളാഹുവിൻ്റെ കാവൽ അവന് ലഭ്യമാകും എന്നാണ് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സമാനമായ മറ്റൊരു ദിക്ർ കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ പഠിക്കണം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുകയാണ്, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കയറി വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ലഖീതു മിൻ അഖറബിൻ ലദഗത്നി അൽ ബാരിഹ, ഇന്നലത്തെ രാത്രി എന്നെ തേള് വിഷം ബാധിച്ചു, എന്നെ തേള് കുത്തി. അപ്പോൾ നബി തങ്ങൾ തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്, അമാ ഖുൽത, നീ പറഞ്ഞിരുന്നില്ലയോ, ഹീന അംസൈത, വൈകുന്നേരമായപ്പോൾ നീ ഇത് പറഞ്ഞില്ല അല്ലേ? ഏത്? അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ, ഇത് നീ പറഞ്ഞില്ല അല്ലേ? ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ലം തദുറക,
ആ തേള് വിഷബാധ നിന്നെ ഏൽക്കില്ലായിരുന്നു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 തവണ നേരത്തെ പറഞ്ഞ ബിസ്മില്ലാഹില്ലദീ എന്ന പ്രാർത്ഥന പോലെ ഇതും നമ്മൾ 3 തവണ പറയേണ്ടതാണ്. അഊദു, ഞാൻ കാവൽ തേടുന്നു അള്ളാഹുവിനോട്, ബികലിമാത്തില്ലാഹി താമ്മാത്തി, അള്ളാഹുവിന്റെ സമ്പൂർണമായ വാക്യങ്ങൾ മുഖേന. അത് പരിശുദ്ധ ഖുർആനാവാം, റബ്ബിന്റെ അസ്മാഉകളാവാം, അവന്റെ സിഫാത്തുകളാവാം, അവന്റെ ഏത് അർത്ഥത്തിലുള്ള വാക്യങ്ങളുമാവാം. അവയെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. മിൻ ശർരി മാ ഖലഖ, അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭൂമിയിലുള്ള ആകാശഭൂമിയിലുള്ള ഏത് സൃഷ്ടികളുണ്ടോ അവയുടെയൊക്കെ ഷർറിൽ നിന്ന് ഞാനിതാ അള്ളാഹുവിനോട് അവന്റെ സമ്പൂർണ്ണ വാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കാവൽ തേടുകയാണ്. ഇതൊരാൾ പറഞ്ഞാൽ, മൻ ഖാല ഹീന യുംസി, ആരെങ്കിലും വൈകുന്നേരം ഇത് 3 തവണ പറഞ്ഞാൽ, ലം യദുർറഹു ഹുമതുൻ തിൽക്കൽ ലൈല, അവന് ഒരു വിധത്തിലുള്ള വിഷബാധയും ആ രാത്രിയിൽ ഏൽക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സമാനമായ ഇതേ പ്രാർത്ഥന തന്നെ മറ്റൊരിക്കൽ കൂടി അവിടുന്ന് പ്രത്യേകം പഠിപ്പിച്ചു തന്നു. മൻ നസല മൻസിലൻ, ആരെങ്കിലും ഒരിടത്ത് യാത്രാവേളയിലോ മറ്റോ ഒരു സ്ഥലത്ത് ഇറങ്ങി അല്പനേരം റെസ്റ്റിനോ അല്ലെങ്കിൽ അവിടെ അല്പനേരത്തെ താമസത്തിനോ വേണ്ടി ഒരാൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ, ഫഖാല, എന്നിട്ടവൻ അവിടെ വെച്ച് ഇപ്രകാരം പറഞ്ഞാൽ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന പ്രാർത്ഥന അവൻ പറഞ്ഞാൽ, ലം യദുർറഹു ശൈഉൻ, ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുന്നതല്ല, ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, അവൻ ആ ഇടത്തിൽ നിന്ന് യാത്രയാകുന്നത് വരെ അവന് റബ്ബിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഇതും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെയേറെ സ്വീകാര്യോഗ്യമായ പരമ്പരയിലൂടെ വന്നിട്ടുള്ള ഹദീസാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് രാവിലെയും വൈകുന്നേരവും നിർവഹിക്കുവാനുള്ള ആത്മീയ പ്രിക്കോഷനുകളാണ്, മുൻകരുതലുകളാണ്. ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. നീ അള്ളാന്റെ അള്ളാഹ് നമുക്ക് ഏകിയിട്ടുണ്ടോ എന്ന് നമ്മളത് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. നേരത്തെ കണ്ടോ, മുൻഗാമികൾ അവരവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അവർ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. സമാനമായി നമുക്ക് കാവൽ തേടാൻ എല്ലാവർക്കും അറിയാവുന്ന 3 കൊച്ചു സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വദതൈൻ, സൂറത്തുൽ ഇഖ്ലാസും സൂറത്ത് ഫലഖും സൂറത്തുൻ നാസും. ആരെങ്കിലും ഹീന തുംസി വഹീന തുസ്ബിഹു 3 മററാത്ത്, പ്രദോഷത്തിലോ പ്രഭാതത്തിലോ 3 തവണ ആരെങ്കിലും ഈ സൂറത്തുകൾ പാരായണം ചെയ്താൽ, അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ, ഒരു സഹാബിയോട് നബി തങ്ങളുടെ വസിയ്യത്താണ്, തക്ഫീക മിൻ കുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളിൽ നിന്നും അത് നിനക്ക് മതിയാകും, അത് കാവലാണ്. അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, അന്നഹ, ആ സൂറത്തുകൾ നീ പാരായണം ചെയ്യുന്നത്, ആപത്തുകളും ഷെറുകളുമൊക്കെ നമുക്ക് തട്ടാതെ നമ്മിൽ എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടാകും എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് കേവലം കേട്ടുപോകാനുള്ളതല്ല. ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 തവണ പറയണം. പിന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ 3 തവണ പറയണം. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 തവണ വീതം ഓതണം എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും. സ്വന്തത്തോട് ചോദിക്ക്, നമ്മളൊക്കെ ഇത് എത്ര തവണ പ്രായോഗികമാക്കിയിട്ടുണ്ട്? അള്ളാഹുവിനോടാണ് കാവൽ തേടേണ്ടത്. നമ്മെ കാക്കുവാനും നമ്മെ രക്ഷിക്കുവാനും അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല. ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി തവക്കൽനാ, നമുക്ക് തവക്കുലാക്കുവാൻ അള്ളാഹു മാത്രമേയുള്ളൂ. അതുകൊണ്ട് ഏത് ആപത്തിൽ നിന്നും കാവൽ തേടേണ്ടത് അള്ളാഹുവിനോടാണ്. അതല്ലാതെ പാമ്പ് കടിക്കാൻ വരുന്ന നേരത്ത് ആരെങ്കിലും നാഗം കടിക്കുവാൻ വരുമ്പോൾ നാമത്തെ നവലുകിൽ കൊത്താതെ ഓടും അതെന്നോവർ എന്നൊക്കെ ചില ആളുകൾ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്.
മഹാന്മാരായ ചില ആളുകളുടെ പേരാണ് പറഞ്ഞാൽ കൊത്താൻ വരുന്ന പാമ്പ് നവലുകിൽ കൊത്താതെ ഓടും, അതെന്നോവർ എന്നാണ്. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും അള്ളാഹു അല്ലാത്തവരുടെ പേരിങ്ങനെ ദിക്റായി ചൊല്ലിയാൽ പാമ്പ് കൊത്താതെ ഓടും, വിഷനായ കടിക്കാതെ പിന്തിരിഞ്ഞോടും തുടങ്ങിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ സമൂഹത്തിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കാവൽ തരാനും നമുക്ക് കാവൽ നൽകുവാനും കേൾപ്പും അതിന് ശക്തിയുമുള്ളത് ഒരൊറ്റ ശക്തിയേയുള്ളൂ, അത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനിലേക്ക് കാവൽ തേടലല്ലാത്ത മറ്റൊരു മാർഗങ്ങളും നമുക്കില്ല. അതോടൊപ്പം കേവലം ദിക്റുകളാണോ, കേവലം പ്രാർത്ഥനകളാണോ ഇസ്ലാം ഏത് ശർറിൽ നിന്നും മോചനം നേടാൻ പഠിപ്പിച്ചിട്ടുള്ളത്? അല്ല. ആത്മീയമായ ഇത്തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുന്നതിൻ്റെ പുറമെ ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട ഭൗതിക കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. അതുകൊണ്ടാണല്ലോ വീട്ടിൽ നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇലക്ട്രിക് ബൾബുകളോ ആ രൂപത്തിലുള്ള സ്റ്റൗകളോ ഒന്നും അല്ലല്ലോ. അവര് ജെയ്ത്തെണ്ണയിൽ കത്തിക്കുന്ന തിരികൾ, അതേപോലെ പാചകത്തിന് ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള തീകളൊക്കെയാണല്ലോ അന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞു അടുപ്പിലെ തീ അണയ്ക്കാതെ, അതേപോലെ തന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന തിരികൾ അണച്ചു കളയാതെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ആത്മീയ മുൻകരുതലുകൾക്ക് പുറമേയുള്ള ഭൗതികമായ മുൻകരുതലുകളാണ്. വാതിലുകൾ ഭദ്രമായി അടക്കണം. ഭക്ഷണം കഴിക്കുന്ന നിങ്ങളുടെ ഭക്ഷണപാത്രങ്ങളും നിങ്ങൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന തോൽപാത്രങ്ങളും ആ നിലക്കുള്ള പാത്രങ്ങളുമൊക്കെ നിങ്ങൾ മൂടി വെക്കണം, തുറന്നിടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയാണ്. ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷനുകളും പ്രൊട്ടക്ഷനുകളും ഒക്കെ നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ ഇന്നിപ്പോ സർക്കാർ സമൂഹത്തിലുള്ള ആളുകളോടൊക്കെ പറയുന്നുണ്ട് എന്ത്, ഈ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട 10 മാനദണ്ഡങ്ങൾ ഇപ്പോ സർക്കാർ സമൂഹത്തോട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ഈ പാമ്പിന്റെ പ്രശ്നം കാരണം നമ്മുടെ നാട്ടിലിപ്പോ 3-4 മരണങ്ങൾ ഇപ്പൊ ഈ 2 ദിവസത്തിന്റെ ഉള്ളിൽ നടന്നു. അതാണ് ഇപ്പൊ മീഡിയകൾ മുഴുവനും ഇത് ചർച്ച ചെയ്യുന്നത്. 8 വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടു, അതിന്റെയും താഴെ പ്രായമുള്ള ഒരു കുഞ്ഞ് മരണപ്പെട്ടു, 42-കാരിയായ ഒരു വനിത മരണപ്പെട്ടു, പലർക്കും പാമ്പിന്റെ കടിയേറ്റു. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, പലയിടങ്ങളിലുമായപ്പോഴാണ് വേനൽ മഴ, പ്രത്യേകം ഈ കടുത്ത ചൂടിൽ ഇര തേടി ഇറങ്ങുന്ന, താവളം തേടി ഇറങ്ങുന്ന പാമ്പുകൾ വിഹരിക്കുന്ന നേരമായതുകൊണ്ട് ചില ഭൗതികമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മളും മനസ്സിലാക്കണം. ഇത് നമ്മളൊക്കെ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള വീടുകളിലേക്ക്, ഇവിടുത്തെ പോലെയല്ല, നമ്മുടെ വീടുകളുടെ സാഹചര്യങ്ങൾ വേറെയാണ്, കേരളീയ സാഹചര്യം. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയാനുള്ളത്, ഈ 2 മുൻകരുതലുകളെ കുറിച്ചും നമ്മുടെ നാടുകളിലേക്ക് നമ്മൾ അർജന്റായി വിവരം കൊടുക്കേണ്ടതുണ്ട്. ഭൗതികമായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ 10 കാര്യങ്ങൾ എണ്ണി പറയുകയാണ് സമൂഹത്തോട്. 1, വീടിന്റെ ജനലുകളും വാതിലുകളും തുറന്നിടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിലൂടെയാണല്ലോ സാധനം കയറുക. വാതിലും ജനലൊന്നും തുറന്നിടരുത്. 2, വീടിനോട് ചാരി മരത്തിന്റെ കൊമ്പുകൾ ഉണ്ടെങ്കിൽ വെട്ടിക്കളയണം, അതിലൂടെ കയറാൻ നല്ല ചാൻസാണ് ഇഴജന്തുക്കൾക്ക്. 3, അലക്കിയിട്ട തുണികൾ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ നല്ലവണ്ണം കുടഞ്ഞതിന് ശേഷം മാത്രം വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരിക. നാട്ടിലൊക്കെ ഇങ്ങനെ പലയിടങ്ങളിലും ഉണക്കാനിട്ടുണ്ടാവും തുണികൾ, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഒരു ചുരുണ്ടുകൂടി. കാരണം നല്ല ചൂടാണ്. ഒരല്പം തണുപ്പുള്ളിടത്തൊക്കെ ഇഴജന്തുക്കൾ അവയുടെ താവളമായി സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടഞ്ഞ് ശരിക്ക് വസ്ത്രമൊക്കെ കുടഞ്ഞ് നല്ലോണം കുടഞ്ഞ് അരണയോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വേറെ വല്ല വസ്തുക്കളോ ഒക്കെ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ആ വസ്ത്രങ്ങൾ, അലക്കിയിട്ട വസ്ത്രങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ. 4-ാമത്തെ കാര്യം, വീടിനോട് ചാരി ചെടികൾ, മറ്റു അലങ്കാര വസ്തുക്കൾ നടാതിരിക്കാൻ ശ്രദ്ധിക്കണം. 5, ഹെൽമറ്റ്, ഷൂ പോലുള്ളവ ധരിക്കുമ്പോൾ ഉൾവശം നല്ലവണ്ണം പരിശോധിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. 6, വീടിന്റെ പരിസരത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി തള്ളാതിരിക്കുക. എലികളും മറ്റു ജീവികളും ഇത് ഭക്ഷിക്കാനായി വീടിന്റെ പരിസരത്ത് എത്തിപ്പെടും. അവയെ ഭക്ഷിക്കാനായി പാമ്പുകളും ആ പരിസരത്ത് എത്തും. 7, അടുക്കളയിൽ കൂടുതൽ വിറകുകളും ചകിരികളും സൂക്ഷിക്കാതിരിക്കുക. 8, വീടിന്റെ പരിസരത്ത് പൊന്തകളും കുറ്റിച്ചെടികളും ഉണ്ടെങ്കിൽ വെട്ടി മാറ്റി വൃത്തിയാക്കുക. 9, വിറകുപുരകളിൽ നിന്ന് വിറകോ ചകിരിയോ എടുക്കുമ്പോൾ ഒരു കമ്പ് കൊണ്ട് തട്ടിയ ശേഷം മാത്രം എടുക്കുക. 10, രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ കയ്യിൽ ലൈറ്റ് കരുതുക. കേവലം ഭൗതികമായ നിലയ്ക്ക് ചെയ്യേണ്ട മുൻകരുതലുകളാണ് ആ പറഞ്ഞത്.
ഇതൊക്കെ ചെയ്താലും വേണം റബ്ബിന്റെ കാവല്. അതിനാണ് ഇസ്ലാം പറഞ്ഞ ഈ മുൻകരുതലുകൾ. ഇത് ചെയ്തോ, ഇത് രാവിലെയും ചെയ്തോ വൈകുന്നേരവും ചെയ്തോ, ഇന്ന് ആപത്ത് ഏൽക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് ദിക്റുകളും ദുആകളും നിർവഹിക്കാനുള്ളതാണ്, പ്രയോഗിക്കാനുള്ളതാണ്, കേട്ട് തള്ളിക്കളയാനുള്ളതല്ല. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് കേട്ട ഈ 3 പ്രതിരോധ മാർഗങ്ങളും നമ്മൾ പഠിക്കണം, പകർത്തണം. മക്കൾ പഠിക്കണം, പകർത്തണം, പേരമക്കൾക്ക് പകർന്നു കൊടുക്കണം, കുടുംബാംഗങ്ങളെല്ലാം അത് നിർവഹിക്കണം. നമ്മുടെ പ്രൊട്ടക്ഷനാണത്, നമ്മുടെ കാവലാണത്. നമുക്ക് കാവൽ തരാൻ അള്ളാഹു മാത്രമേയുള്ളൂ. ആ ഉറച്ച വിശ്വാസത്തോടുകൂടി ഭൗതികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്ത് റബ്ബിൽ സമ്പൂർണമായി തവക്കുൽ ചെയ്യുക. അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ കാവൽ നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, തീണ്ടലുകളിൽ നിന്ന് എല്ലാം നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇഹ്ഫദ്നാ ബിഹിഫ്ളിക് വകലഇനാ ബിറിആയതിക് വവഫിഖ്നാ ലിതാഅതിക് വഹ്ഫദ് ലനാ وطننا وقيادتنا الحكيمة وأسرنا. وصل اللهم وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.